ഒരു പണിയില്ലാത്ത ദിവസങ്ങളിലെ ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ കാലത്ത് അഞ്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പല്ലൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞാൽ പിന്നെ നാക്ക് പഠിക്കുന്നത് ഈ ഈർക്കിളി ടങ് ക്ലീനറും കൊണ്ടാണ്. ഈ ഈർക്കിളി കൊണ്ടുള്ള ടങ് ക്ലീനർ ഇപ്പോഴും ആരെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. എന്റെ അറിവില് ഞാൻ മാത്രമേ ഉള്ളൂ. പ്രഭാതത്തിലെ എന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നേരെ പോണത് ക്യാരംസ് കളിക്കാനാണ്. ഇവിടെ എനിക്ക് കൂട്ടിന് 2-3 പേര് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ചോറിനാൻ പോണ വരെയും കളിയായി. പിന്നെ ചോറുണ്ട് കഴിഞ്ഞാൽ കളിയൊന്നും ഉണ്ടാവില്ല. നമ്മളൊരു 4 മണി വരെ ഉറങ്ങുന്ന ടൈമായിരിക്കും. കൂട്ടത്തിൽ തന്നെ അടിപൊളി പ്ലെയർ ഞാനാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഞാൻ കളിക്കും. നമ്മുടെ ഗ്യാങ്ങിൽ തന്നെ ഏറ്റവും മുതിർന്ന ആള് ഇയാളാണ് കേട്ടാ. പേര് കണ്ണമ്പായി. അങ്ങനെ കേരം കളിയും കഴിഞ്ഞ് വീട്ടിൽ പോണതിന് മുന്നേ ചാലിൽ മീൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വന്നിരിക്കുകയാണ് നമ്മൾ. ഇങ്ങനെ വരുന്ന ദിവസങ്ങളിൽ പാടത്തെ കൊറ്റികളുടെ എണ്ണം എടുത്ത് ഒരു സർവേ നടത്താറുണ്ട് ഞങ്ങൾ. ഉച്ചയുറക്കം കഴിഞ്ഞ് അണിച്ചാ പിന്നെ നേരെ ഗ്രൗണ്ടിലേക്ക് വരും ക്രിക്കറ്റ് കളിക്കാൻ. ഇന്നിപ്പോ മഴ ചതിച്ചു, അതുകൊണ്ട് കളിയില്ല. അപ്പൊ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് കുളിച്ചു കഴിഞ്ഞാൽ നേരെ വീണ്ടും ക്യാരംസ് കളിക്കാൻ വരും. പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ ക്യാരംസ് കളിച്ചിരിക്കുന്ന ആൾക്കാരൊന്നല്ല കേട്ടാ. ഇന്ന് കളി കഴിഞ്ഞാൽ പിന്നെ നാളെ കളിക്കുള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.